ദിസ് ഇസ് ഡസ്കി മോം. ഇന്ന് നമ്മളൊരു നൈറ്റ് ട്രിപ്പിലാട്ടോ പോകാൻ പോകുന്നത്. സൗദിയിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ന്യൂ ഇയർ കാർണിവൽ ഈവൻറ്റിനാണ് കേട്ടോ. സംഭവം ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞെങ്കിലും ഇപ്പോഴാണ് നമ്മൾ പോകുന്നത്. കാരണം ആ സമയത്ത് നല്ല തിരക്കായിരിക്കുമല്ലോ. സോ കുറച്ച് പതുക്കെ പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ പോയതാട്ടോ. ഈ കാണുന്നത് നമ്മുടെ സൗദിയിലെ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സുകളാട്ടോ. സംഭവം അടിപൊളിയായിട്ടില്ലേ, നല്ല ലൈറ്റ് അല്ലേ. അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് ആ ഈവൻറ്റിലൊക്കെ ആട്ടോ. ദേ ഇവിടെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് പതിയെ ഉള്ളിലേക്ക് കയറാമെന്ന് വെച്ചു. ദേ വണ്ടർ ഹിൽസ് എന്നാട്ടോ ഈ കാർണിവലിൻ്റെ പേര്. ദേ ഇതിൽ കൂടെയാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. ഇത് ഏട്ടൻ്റെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ ഫാമിലിയാണ് കേട്ടോ. നമ്മൾ ടിക്കറ്റൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. സോ അപ്പം നമ്മൾ നേരെ പോയി ടിക്കറ്റ് കാണിച്ച് ഉള്ളിൽ കയറിയാൽ മാത്രം മതി കേട്ടോ. നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു ട്രിപ്പായിരുന്നു കേട്ടോ. ഏട്ടൻ്റെ ഫാമിലി പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചടപടേന്ന് റെഡിയായി പോകുന്നതായിരുന്നു. ശരിക്കും ഇഷ്ടമാവുമല്ലോ എന്ന് വെച്ചിട്ട് കേട്ടോ. നമ്മളിങ്ങനെ നടന്ന് പോകണം കേട്ടോ. അതിൻ്റെ സെൻറ്ററിലോട്ട് പോകണമെങ്കിൽ 2 കിലോമീറ്റർ നടക്കണമെന്ന് പറഞ്ഞു. ദേ ആ കാണുന്ന ബങ്കിയിൽ കയറാമെന്ന് വെച്ചു. നേരെ ബങ്കിയിൽ നമ്മളെല്ലാവരും കൂടെ കയറി കേട്ടോ. ശിഖ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അത് ഫുള്ള് ലൈറ്റും കൊണ്ടുള്ള പരിപാടിയായിരുന്നു. ലൈറ്റൊക്കെ കാണാൻ ശരിക്കും ഒരുപാട് ഇഷ്ടമാണ്. നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇപ്പോഴാട്ടോ ഇങ്ങനൊന്ന് നല്ല രീതിയിൽ ഒരു ഗ്രൗണ്ട് ഇല്ലെങ്കിൽ പുറത്ത് നന്നായി ഒന്ന് ഓടി നടക്കാൻ സ്പേസ് അവൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാം ലൈറ്റിൻ്റെ പരിപാടി. എനിക്കങ്ങനെ എന്താ പറയുക, നമ്മളൊരു വേറൊരു വേൾഡിൽ പോകുന്ന ഫീലാട്ടോ. ദേ ഇതാണ് സെൻറ്റർ. ആ കാണുന്ന നേച്ചർ ട്രീയുടെ അവിടെയാണ് നമ്മൾ ഇറക്കിയത് കേട്ടോ. സംഭവം അടിപൊളിയായിട്ടില്ലേ. നേരിട്ട് കണ്ടാൽ നമ്മൾ അത്രയും സർപ്രൈസ്ഡ് ആവും. ശിഖ അങ്ങ് കണ്ട് ഞെട്ടിപ്പോയേട്ടോ. അത്രയും ഹാപ്പിയാണ് അവൾ. പിന്നെ ദേ ആ കാണുന്ന ബബിൾസ്, ശരിക്കും ബബിൾസ് പോലെ ഇല്ലേ, പല കളറിലുണ്ടായിരുന്നു കേട്ടോ. ശിഖയുടെ കൂടെ പോയപ്പോൾ ഞാനാണ് കൂടുതൽ എക്സൈറ്റ് ആയത്. അവളും എക്സൈറ്റ് ആയിട്ടോ. അവൾക്കതൊക്കെ ഒന്ന് തൊട്ട് നോക്കണം എന്നുണ്ടായിരുന്നു. അവളും ലല്ലുവും കൂടെ അത് ഫുള്ള് തൊട്ട് നോക്കി കളിക്കുമായിരുന്നു കേട്ടോ. ലല്ലു ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ്. ഇപ്പം അവളുടെ കമ്പനി ആയിട്ടോ. പിന്നെ നല്ല രീതിയിലൊരു പിങ്ക് ഫോറസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിങ്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി പിങ്ക് കളറിലുള്ള സൂപ്പർ ട്രീസുകൾ. എൻ്റെ അമ്മേ, ശിഖയൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. അവൾ നേരെ ചെന്ന് ട്രീനെയൊക്കെ എത്തിപ്പിടിക്കുകയായിരുന്നേ. അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര കോടിയായിട്ട് തോന്നി. പിന്നെ അവൾ ഒരുപാട് ഹാപ്പി ആയത് എനിക്കും ഭയങ്കര ഹാപ്പി ആയിട്ടോ. പിന്നെ നമ്മൾ നേരെ നോക്കുമ്പോൾ ദേ കൂകു തീവണ്ടി. ശിഖയുടെ ട്രെയിനാണ് കേട്ടോ. ട്രെയിൻ ഷേപ്പിലുള്ള ഹോസ് വണ്ടിയാണെന്ന് തോന്നുന്നു. ശിഖയ്ക്ക് അതിലിരിക്കണമെന്ന് പറഞ്ഞ് കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒറ്റയ്ക്ക് ഇരുത്താൻ പേടിയായതുകൊണ്ട് ഞാൻ അവളെ ഇരുത്തിയില്ല കേട്ടോ. ലല്ലു അതുകൊണ്ട് ഇരുന്നില്ല. പിന്നെ നേരെ പോയത് എന്തോ വാട്ടറിൻ്റെ സംഭവമാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ദേ അവിടെ കാണുന്ന എല്ലാം സ്റ്റേ ചെയ്യാനുള്ള ഹട്ട്സാട്ടോ. സംഭവം അടിപൊളിയായിട്ടുണ്ടല്ലേ. ആരെങ്കിലുമൊക്കെ വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ടാവും. ദേ അവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഈ വാട്ടറിൻ്റെ ഉള്ളിലുള്ള ഈ ലൈറ്റിംഗ് പരിപാടി. അതിൻ്റെ ഫ്രണ്ട് ഭാഗം ബാക്ക് സൈഡിലായിരുന്നു. നമുക്ക് നേരെ വ്യൂ ഇല്ല. കാരണം അവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ട് അവരവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ദേ ദൂരത്ത് കുറേ ട്രീസും മഷ്റൂംസും. നേരെ ഒന്നും മനസ്സിലായില്ല. അടുത്ത് ചെന്നപ്പോൾ അല്ലേ മനസ്സിലായേ. ദേ നല്ല ഭംഗിയുള്ള മഷ്റൂമുകളും പിന്നെ കുറച്ച് സ്ക്വിരൽസും അനിമൽസിൻ്റെയൊക്കെ നല്ല ലൈറ്റിംഗ് പരിപാടി. ശിഖ സ്ക്വിരലിനെ കണ്ട് ഓടിച്ചെന്ന് തൊടുകയൊക്കെ ചെയ്തു കേട്ടോ. ഇവിടുത്തെ പരിപാടിയൊക്കെ സംഭവം കൊള്ളാട്ടോ. നല്ല രീതിയിൽ അവർ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ പരിപാടിയൊക്കെ ചെയ്യാനായിട്ട്. ലല്ലുവും ശിഖയും ഫുൾ ഓണായിരുന്നു കേട്ടോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുമായിരുന്നേ. അത് കഴിഞ്ഞ് അവളുടെ സൈസിനും എൻ്റെ സൈസിനൊക്കെ പാകത്തിനുള്ള മഷ്റൂംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവൾക്ക് അതിൻ്റെ അടിയിലൊക്കെ ഒന്ന് പോയി നിൽക്കാനും തൊടാനും ഒക്കെ ഉള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്നതാണെങ്കിലും വന്നതെന്തായാലും വെറുതെ ആയില്ല എന്ന് മനസ്സിലായി. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ കളർ വെറൈറ്റീസിലുള്ള ഐറ്റംസുകളാട്ടോ. പിങ്ക് കളറിലുള്ള ഒരു തീം കഴിഞ്ഞാൽ പിങ്ക് കളറിലുള്ള തീം, പിങ്ക് കളറിലുള്ള തീം കഴിഞ്ഞാൽ വൈറ്റ് കളറിലുള്ള തീം. സംഭവം എല്ലാം അടുത്തുനിന്ന് കാണുമ്പോഴാണ് നമുക്കതിൻ്റെ ഭംഗി അറിയുന്നത്. കാരണം നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല റിയലായിട്ട് കാണുമ്പോൾ നമുക്ക് അത്രയും ഹാപ്പിനെസ് തരുന്നൊരു സംഭവമാണ്. ദേ മാക്കോ ബേർഡ്, പാരറ്റ്, അങ്ങനെ പലതുണ്ടായിരുന്നു കേട്ടോ. ശിഖ ഫുള്ള് കളിക്കുന്ന കണ്ടപ്പോൾ എനിക്കങ്ങ് ഒരുപാട് ഹാപ്പിയായേ. കുട്ടികളെ കൊണ്ട് വരാൻ പറ്റിയൊരു സ്പോട്ടാണിത്. ഇത് ന്യൂ ഇയർ റിലേറ്റഡ് ആയിട്ട് തുടങ്ങിയ കാർണിവൽ ആയതുകൊണ്ട് ഇതൊരു 2 വീക്സേ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വന്നത് കേട്ടോ.
അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോണ്ട് അവിടെ കുറേ ക്രാനും സ്വാനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ബട്ടർഫ്ലൈസും ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, പക്ഷെ അടുത്ത് ചെല്ലുമ്പോൾ മനസ്സിലാവും അതെന്താന്ന്. ബട്ടർഫ്ലൈസും ഹണി ബീസും അതേപോലെ തന്നെ ഡ്രാഗൺ ഫ്ലൈയും ഒക്കെ. ശിഖ ഇതെല്ലാം ബുക്കിലും ഫോണിലും ഒക്കെ കണ്ടിട്ട് പെട്ടെന്നൊക്കെ ഇങ്ങനെ അടുത്ത് കാണുമ്പോൾ, അതും ഇത്രയും വലുതായിട്ട് കാണുമ്പോൾ അവൾ ആകെ ഇങ്ങനെ നെട്ടിയ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന ശേഷം ശിഖ കുറച്ച് ഓടി നടക്കുന്ന ഇവിടെയാട്ടോ. അതുകൊണ്ട് അവൾ ഫുള്ള് എൻ്റെ ഒക്കത്തിരിക്കുന്ന ആൾ ഇപ്പം മൊത്തം ഓടി നടക്കാൻ തുടങ്ങി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കൊച്ച് വലിയ കുട്ടിയായി, ഇനി ഒക്കത്തൊന്നും ഇരുത്താൻ പറ്റത്തില്ല എന്ന് ഓൾറെഡി ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുറച്ച് ടയേർഡായപ്പോൾ ഞങ്ങൾ എടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ കൂടുതലും അവൾ ഓടി നടക്കുന്നതായിരുന്നു ഞാൻ കണ്ടത്. നമ്മൾ നാട്ടിൽ നിന്ന് സൗദിയിലേക്ക് വന്നിട്ട് ഒരു 2, 2.5 മാസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ശിഖ ഒന്ന് റൂമിൻ്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോയോ എന്നൊക്കെ ഞാൻ വിചാരിച്ചതായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവൾ ഫുള്ള് ചേഞ്ചായി. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം. ഇവൾക്കിങ്ങനെ പുറത്തിറങ്ങാതെ ഇരുന്നപ്പോൾ ഉള്ളൊരു വിഷമമൊക്കെ. അപ്പോൾ ഇനി നമ്മൾ എല്ലാ ആഴ്ചയും എവിടെയെങ്കിലുമൊക്കെ പോകാമെന്നുള്ളൊരു പ്ലാൻ എത്തി കേട്ടോ. നമ്മളിങ്ങനെ കുട്ടികളെ ഒരു റൂമിനകത്തൊന്നും ഇരുത്താൻ പാടില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരെ പുറത്തേക്ക് കൊണ്ടുപോകണം. എസ്പെഷ്യലി ഈ ഇൻഡോർ മാത്രം ഇരിക്കുന്ന കുട്ടികൾ കേട്ടോ. ആർച്ചി കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അച്ഛനും മോളും ആട്ടോ. പിന്നെ നോക്കുമ്പോൾ ദേ കളർ കളർ മല. കളർ കളർ മല എന്ന് വെച്ചാൽ മൊത്തം ലൈറ്റ്. എൻ്റെ അമ്മേ! കളർ ചേഞ്ചിങ്ങിൻ്റെ ഒരു മൗണ്ടെയിൻ. അടിപൊളിയായിരുന്നു. ശിഖ ഇതാണ് അവൾക്ക് ഒരുപാട് ഇഷ്ടമായത്. അവൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. കുറേ അനിമേഷൻ പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന കുറേ അനിമൽസ്. ഡൈനോസറും ബിയറും അതേപോലെ തന്നെ ക്രോക്കഡൈലും അങ്ങനെ പല പല ഐറ്റംസുകൾ കേട്ടോ. അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളിങ്ങനെ ദൂരത്ത് നോക്കുമ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ജയൻറ്റ് വീലും പിന്നെ ഇങ്ങനെ കറങ്ങി തിരിയുന്ന എന്തോ ഒരു സാധനവും പിന്നെ കുറച്ച് കോക്കനട്ട് ട്രീസും ഒക്കെ കണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ അതിനകത്തേക്കൊന്നും പോയില്ല. സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ലേറ്റായി. ഈ ലൈറ്റിംഗ് പരിപാടി തന്നെ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അതിൻ്റെ അകത്തേക്കും കൂടി ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റാവും. ഇപ്പം തന്നെ ഒരു 7, 8 മണിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഇനി ലേറ്റ് ആക്കണ്ടാന്ന് വെച്ചിട്ട് ബാക്കിയും കൂടെ അവൾക്ക് കാണിച്ചു കൊടുക്കാന്നുള്ള രീതിയിൽ പിന്നെ നടന്നു. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന മൊത്തം അണ്ടർ സീ ആണ് കേട്ടോ. സീൻ്റെ അടിയിലിരിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷാർക്കും ഫിഷും സംഭവങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. ഈ ഷാർക്കിൻ്റെ ഉള്ളിൽ കയറണം എന്നായിരുന്നു അവളുടെ ആഗ്രഹമെങ്കിലും ഞാനാണ് അതിൻ്റെ ഉള്ളിൽ കയറിയത് കേട്ടോ. സംഭവം ആ ഒരു ഷാർക്കിൻ്റെ ഉള്ളിൽ മൊത്തം ഒരു എന്താ പറയുക സീനെ തന്നെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നേ. ഞാൻ അതിൻ്റെ അകത്തൊക്കെ ഒന്ന് പോയി ചെന്ന് നോക്കിയായിരുന്നു. ശിഖ അപ്പോഴേക്കും ഒരേ കരച്ചിൽ, ഷാർക്കിൻ്റെ ഉള്ളിൽ അമ്മ പോയേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കാതെ ഉള്ളിലൊക്കെ ഒന്ന് ചെന്ന് നോക്കിയായിരുന്നു. സംഭവം കൊള്ളാമല്ലേ. ഇവിടെയൊക്കെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നോക്കുമ്പോൾ കറക്റ്റ് 9 മണി. 9 മണിക്ക് അവിടെ ഫയറിംഗ് പരിപാടി ഉണ്ട്. ഫയറിംഗ് പരിപാടി എന്ന് വെച്ചാൽ പടക്കം പൊട്ടിക്കൽ. പടക്കം പൊട്ടിക്കൽ എന്ന് പറയുന്ന സംഭവം അടിപൊളിയായിട്ടോ. ഫയർ വർക്ക്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞെങ്കിലും അത് ഇത്രയും നല്ല രീതിയിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. നമ്മുടെ നാട്ടിൽ അത്ര അമരമില്ലെങ്കിലും ശിഖ ഓക്കെ ആയിരുന്നു, ഹാപ്പി ആയിരുന്നു. അവൾ ഭയങ്കരമായിട്ട് എൻജോയും ചെയ്തു. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഉത്സവവും പൂരവും ഒക്കെ മിസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന മൊത്തം പൂരം സീസൺ അല്ലേ. എനിക്ക് വയ്യ. നെമ്മാറവേലയും കുഞ്ചേരി കുമ്മാട്ടിയും എല്ലാം മിസ് ചെയ്യും. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ അതിൽ. ശിഖനെയും കൊണ്ട് പോകാൻ പറ്റിയില്ലെങ്കിലും ഇപ്രാവശ്യമെങ്കിലും പോകണമെന്ന് വിചാരിച്ചതാ. അവൾ പടക്കമായിട്ടൊക്കെ ഒന്ന് സെറ്റായി വന്നത്. പിന്നെ സാരമില്ല. ഇതൊക്കെ കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലിരിക്കുകയല്ലേ. പിന്നെ അവിടെ നിന്ന് നേരെ പോയത് സ്പേസ് ഷിപ്പിലേക്കായിരുന്നു. മൊത്തം ഒരു സോളാർ സിസ്റ്റം. സംഭവം കൊള്ളാമല്ലേ. എന്തൊക്കെയോ അവിടെ കണ്ടു ഞാൻ. കുറേ റോക്കറ്റും പിന്നെ ആസ്ട്രോണറ്റും പിന്നെ കുറേ സംഭവങ്ങളും. ശിഖ ഫുൾ അതിശയത്തോടെ നോക്കിയ ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. സംഭവം കൊള്ളായിരുന്നു കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ. അതിനുശേഷം അവൾ ആസ്ട്രോണറ്റിൻ്റെ ഉള്ളിൽ കയറി നിൽക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് കയറി 2 ഫോട്ടോ എടുത്തായിരുന്നു. അതുകൂടെ കഴിഞ്ഞപ്പോൾ അവളുടെ ഫുൾ കൺട്രോളും പോയി. പിന്നെ കരച്ചിലോട് കരച്ചിലായിരുന്നു. അവളെയും പൊക്കിപ്പിടിച്ച് ഞങ്ങൾ വേഗം കാറെത്തിയെന്ന് പറയണം. പിന്നെ നേരെ ഫ്ലാറ്റിലോട്ടൊരു വെച്ച് വിടുത്തമായിരുന്നു കേട്ടോ. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഫാമിലി വ്ളോഗ്സും വീഡിയോസും കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.